ഇപ്പോഴും അവസാനിക്കാത്ത പൂരവിവാദം എന്താണ് കഴിഞ്ഞ പൂരദിനത്തിൽ സംഭവിച്ചത് ഒന്നുകൂടി നോക്കാം. ഏപ്രിൽ 19 പൂരാവേശത്തിലാണ് തൃശൂർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുന്നതിനാൽ പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ. പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടിന് തിരക്കു നിയന്ത്രിക്കാനെന്ന പേരിൽ രാത്രി 10 മണിയോടെ സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രവേശനം പോലീസ് ബാരിക്കേഡ് കെട്ടി അടച്ചു. ഇതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതോടെ രാത്രിപൂരം കാണാനെത്തിയവരിൽ ഭൂരിഭാഗം പേർക്കും റൗണ്ടിലേക്ക് കടക്കാനായില്ല. തിരുവമ്പാടി ഭാഗത്തുനിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചതോടെ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും തടസ്സപ്പെട്ടു. ജനക്കൂട്ടം പോലീസിനെ ചോദ്യം ചെയ്തു. ആൾക്കൂട്ടത്തിനു നേരെ പോലീസ് ലാത്തി വീശിയെന്ന് പരാതി ഉയർന്നു. തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവഴിയിൽ ഉപേക്ഷിച്ചു. പുലർച്ചെ 3 നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ടിലും അനിശ്ചിതത്വമുണ്ടായി. അന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് മൈതാനത്ത് നിന്ന് പൂരം കമ്മിറ്റി അംഗങ്ങളുൾപ്പെടെ നീക്കാൻ ശ്രമിച്ചതോടെയാണ് തർക്കം പുതിയ ദിശയിലേക്ക് വഴിമാറിയത്. ഇതിലേക്ക് അന്ന് തൃശൂർ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികൾ കൂടി എത്തിയതോടെ തർക്കത്തിന് രാഷ്ട്രീയ മാനവും കൈവന്നു. മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത മേഖലയിലേക്ക് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രചരിച്ചതോടെ രാഷ്ട്രീയ വിവാദം ആളിക്കത്തി. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഗൂഢാലോചനയാണ് പൂരം കലക്കിയതിന് പിന്നിലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. പൂരം കലക്കിയത് ആരാണെന്ന് പുറത്തുവിടണമെന്ന് BJPയെ ഉന്നം വെച്ച് ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറും ആവശ്യപ്പെട്ടു. എന്നാൽ പൂരം അലങ്കോലമാക്കിയ പാപഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് തങ്ങൾക്കെതിരായ ആരോപണമെന്നായിരുന്നു BJPയുടെ പ്രതിരോധം. പൂരവിവാദത്തിന്റെ പൊരുളറിയാൻ 1 അല്ല 3 അന്വേഷണങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. എന്തായാലും വിവാദങ്ങളിലും തർക്കങ്ങളിലും ഒക്കെ അന്വേഷണം നടക്കട്ടെ. പൂരമിങ്ങെത്തി, പൂരത്തെ വരവേൽക്കാൻ തൃശ്ശൂർക്കാർ ഒരുങ്ങി എന്നാണ് ജെയ്സൺ പറയുന്നത്. ഏതായാലും ഇനി പൂരനാളുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. മറ്റു തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ദേവസ്വങ്ങളും പൂരത്തിനുള്ള ഒരുക്കങ്ങളിലാണ്. നമുക്ക് മറ്റു ചില